If a plus b plus c equal to 180 degree, then cos of a plus b is equal to option A cos A minus cos B, option B cos A into cos B, option C minus cos C, option D sin A plus sin B. നമുക്ക് അറിയാവുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 ഡിഗ്രി എന്നറിയാം. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് കോസ് ഓഫ് എ പ്ലസ് ബിനെ 180 മൈനസ് സി എന്ന് എഴുതാമല്ലോ. 180 ഡിഗ്രി മൈനസ് സി എന്ന് എഴുതാം. കോസ് ഓഫ് 180 മൈനസ് തീറ്റ എന്നുള്ള ഫോമിലാണ്. കോസ് ഓഫ് 180 മൈനസ് തീറ്റ ഈസ് മൈനസ് കോസ് തീറ്റ. സോ മൈനസ് കോസ് സി എന്ന് എഴുതാം അതിന്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, മൈനസ് കോസ് സി. A line passes through the point 2, 3 and is perpendicular to the line 3x minus 4y plus 5 equal to 0. What is the equation of the line? Option A 3x plus 4y equal to 17. Option B 4x minus 3y equal to 17. Option C 4x plus 3y equal to 17. Option D 4x minus 3y equal to 5. പറഞ്ഞിരിക്കുന്നത് എന്താ? A line passes through the point 2, 3. 2, 3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ആ ലൈൻ പാസ് ചെയ്യുന്നത് 2, 3ലാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 3x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0. ഈ ലൈന് പെർപെൻഡിക്കുലറാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരച്ച ലൈൻ 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 3x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതായത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 3x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0നെ നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് സി എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് എഴുതി എമ്മിൻ്റെ പ്ലേസിൽ വരുന്ന വാല്യൂവിനെ എടുത്താൽ നമുക്ക് സ്ലോപ്പായിട്ട് എഴുതാം. അതായത് മൈനസ് 4y ഈക്വൽ ടു 3x റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മൈനസ് 3x, പ്ലസ് 5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മൈനസ് 5. ഇനി y ഈക്വൽ ടു ത്രൂ ഔട്ട് മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ മൈനസ് 3/-4 ഇൻറ്റു എക്സ് minus 5/-4 എന്ന് വരും. ദാറ്റ് ഈസ് 3/4x പ്ലസ് 5/4. ദാറ്റ് ഈസ് y ഈക്വൽ ടു mx പ്ലസ് സി എന്നുള്ള ആ ലൈനിൻ്റെ ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3/4 ആണ്. സോ m1 എന്ന് പറയുന്നത് 3/4 ആയിരിക്കും. അതായത് ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ഈക്വൽ ടു 3/4 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈനില്ലേ, അതായത് 2, 3 എന്ന് പറഞ്ഞ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരിക്കുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ലോപ്പ് അറിയാൻ പറ്റുമോ നോക്കാം. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ഈ 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റും ഈ 3x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനും തമ്മിൽ പെർപെൻഡിക്കുലറാണെന്ന് തോന്നുന്നു. നമ്മൾ പെർപെൻഡിക്കുലാരിറ്റി കണ്ടീഷൻ വെച്ചിട്ട് സ്ലോപ്സിൻ്റെ ടേംസിൽ പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് ലൈൻ സെഗ്മെൻറ്റ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. m1 ഇൻറ്റു m2 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് 3/4 ആണെങ്കിൽ സെക്കൻഡ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് അതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് സെക്കൻഡ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 3/4 ഇൻറ്റു m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ദാറ്റ് ഈസ് m2 ഈക്വൽ ടു -4/3. അപ്പോൾ രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -4/3 എന്ന് വരും. അതായത് നമുക്ക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -4/3 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് 2, 3 ഉണ്ട്. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് -4/3 ആണ്. അങ്ങനെയെങ്കിൽ പോയിൻ്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. സോ വാല്യൂസ് കൊടുത്താൽ x1 y1ൻ്റെ പ്ലേസിൽ 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിൻ്റെ പ്ലേസിൽ -4/3 കൊടുക്കാം. ഓക്കെ. സോ y മൈനസ് 3 ഈക്വൽ ടു എമ്മിൻ്റെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? ആ ലൈനിൻ്റെ സ്ലോപ്പ് കൊടുക്കാം. അതായത് -4/3 ഇൻറ്റു എക്സ് മൈനസ് x1 ഈസ് 2. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3y മൈനസ് 9 ഈക്വൽ ടു -4x പ്ലസ് 8. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഓപ്ഷൻസായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ 4xൻ്റെ ടൈം പോസിറ്റീവാണ്. സോ ഇതിനെ ലെഫ്റ്റിലേക്ക് എടുത്താൽ 4x പ്ലസ് 3y മൈനസ് 9 മൈനസ് 8 ഈക്വൽ ടു 0. അതായത് 4x പ്ലസ് 3y മൈനസ് 17 ഈക്വൽ ടു 0. 4x plus 3y
ഈക്വൽ ടു 17 കിട്ടും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 4x + 3y = 17 ആയിരിക്കും. ദ സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/s. ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഇൻക്രീസസ് വെൻ ദ സൈഡ് ഈസ് 10 cm. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ സൈഡ് ലെങ്ത്ത് നമുക്ക് 2 cm/s ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. തന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ സൈഡ് ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്ന റേറ്റ്, ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് 2 cm/s തന്നിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത്ത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ dx/dt ആണ് ഇവിടെ തന്നിരിക്കുന്നത് 2 cm/s എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് dA/dt ആണ് ചോദിച്ചിരിക്കുന്നത് വെൻ x = 10 cm. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത്ത് എക്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു ക്യാപിറ്റൽ I എന്നുള്ളത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു √3x²/4 എന്ന് എഴുതാം. സൈഡ് ലെങ്ത്ത് എക്സ് ആണെങ്കിൽ √3x²/4 എന്ന് എഴുതാം. ദെൻ dx/dt നമുക്ക് 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ഏരിയയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dA/dx എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് √3/4 കോൺസ്റ്റൻ്റ് ആണ്. x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദറ്റ് ഈസ് 2x. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. അപ്പോൾ √3/2x എന്ന് എഴുതാം. dA/dx എന്ന് പറയുന്നത് √3/2x എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് dA/dt when x = 10 ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ dA/dt = dA/dx × dx/dt ഇങ്ങനെ എഴുതാമല്ലോ. ദറ്റ് ഈസ് dA/dx എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട് √3/2x ആൻഡ് dx/dt ഈസ് ഗിവൺ, ദറ്റ് ഈസ് 2. 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് √3x എന്ന് വരും. ഇനി dA/dt അറ്റ് x = 10 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതായത് √3 × 10 ഇവിടെ കൊടുക്കുക. ദറ്റ് ഈസ് 10√3 എന്നായിരിക്കും വാല്യൂ വരിക. 10√3 cm²/s എന്നായിരിക്കും വാല്യൂ കിട്ടുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ cos 2x minus cos 2 theta whole divided by cos x minus cos theta d theta is equal to 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇൻ്റഗ്രൽ cos 2x minus cos 2 theta whole divided by cos x minus cos theta d theta. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് അറേഞ്ച്മെൻറ്റ് കൊടുക്കണം. അതായത് cos 2x-നും cos 2 theta-യ്ക്കും നമുക്കൊരു അറേഞ്ച്മെൻറ്റ് കൊടുക്കണം. നമുക്കറിയാം cos 2 theta-യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 cos square theta minus 1. ഈ രീതിയിൽ എഴുതാം. 2 cos square theta minus 1. 2x എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 2 cos square x minus 1. ഈ രണ്ട് റിസൾട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ cos 2x-ന് പകരം 2 cos square x minus 1 മൈനസ് cos 2 theta-യ്ക്ക് പകരം 2 cos square theta minus 1 all divided by cos x minus cos theta. അതങ്ങനെ തന്നെ d theta. ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയാൽ ഇൻ്റഗ്രൽ 2 cos square x minus 1 minus 2 cos square theta മൈനസ് ഓഫ് മൈനസ് ഇവിടെ +1 വരും ഡിവൈഡഡ് ബൈ cos x മൈനസ് cos തീറ്റ d തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ +1 ഉണ്ട് -1 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ വരുന്നിടത്ത് 2 cos square x മൈനസ് 2 cos square തീറ്റ എന്ന് വന്നിരിക്കുന്നത്. അതിൽ നിന്നൊരു 2 കോമൺ എടുക്കാം, ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 2 × cos square x മൈനസ് cos square തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ cos x minus cos theta. ദെൻ ന്യൂമറേറ്ററിൽ a² - b² ഫോമിലാണ്. അതിനെ ഫാക്ടറൈസ് ചെയ്താൽ ഇൻ്റഗ്രൽ
2 times cos x minus cos theta into cos x plus cos theta. രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഡിനോമിനേറ്ററിൽ cos x minus cos theta d theta. സെയിം ടൈം വന്നിട്ടില്ലേ നോക്കി, cos x minus cos theta ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. റിമൈൻ ചെയ്യുന്നത് 2 times cos x plus cos theta into d theta. ഓക്കെ, ഇനി ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമായി 2 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ cos x d theta ഇൻ്റഗ്രൽ cos x d theta പ്ലസ് ഇൻ്റഗ്രൽ cos theta d theta രണ്ട് ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ. ഇനി നോക്കി 2 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് ഉണ്ട്. ഇൻ്റഗ്രൽ cos x d theta നമുക്ക് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. സോ ഇവിടെ എക്സിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്യാം. അതായത് cos x കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുത്തു. പിന്നെ വരുന്നത് ഇൻ്റഗ്രൽ 1 d theta എന്ന് വരും. ഇൻ്റഗ്രൽ 1 d theta ഈസ് തീറ്റ, സോ ഇൻറ്റു തീറ്റ. ദെൻ പ്ലസ് ഇൻ്റഗ്രൽ cos theta d theta വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഇൻ്റഗ്രേഷൻ. സോ cos theta ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin theta. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 cos x ഇൻറ്റു തീറ്റ പ്ലസ് 2 sin തീറ്റ. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ 2 കോമൺ ഔട്ട് സൈഡാണ്. സോ ഓപ്ഷൻസ് നോക്കിയാൽ 2 sin തീറ്റ, ഇതാ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കാൻ മതി. 2 ഇൻറ്റു sin തീറ്റ പ്ലസ് തീറ്റ cos x ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇത് കിട്ടും. ലാസ്റ്റ് പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പ്ലസ് സിയും കൂടെ കൊടുക്കും. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? 6th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഡി, 2 sin തീറ്റ പ്ലസ് തീറ്റ cos x പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. In how many ways can 5 people be seated in a row if 2 specific people must not sit next to each other? 4 ഓപ്ഷൻസ് 48, 72, 96, 108. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? 5 പീപ്പിളിനെ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കണ്ടീഷൻ എന്താണ്? 2 of them must not sit together. അതായത് ഏതെങ്കിലും 2 പേര് ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല. അതായത് നമുക്ക് ആളുകളെ എ ബി സി ഡി ഇ അങ്ങനെ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ എയും ബിയും ആണ് നമ്മൾ സെലക്ട് ചെയ്ത പേഴ്സൺസ് എങ്കിൽ ഇവർ 2 പേരും ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ 5 പേരെ ഒരു റോയിൽ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ടോട്ടലായിട്ട് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. 5 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ 5 പേരെ വിതൗട്ട് എനി കണ്ടീഷൻ റോയിൽ 120 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും 2 പേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരൊരുമിച്ച് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ 5 പേരിൽ ഈ 2 പേരെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ മൊത്തം ഇവരെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്കി 3 പേരുണ്ട്. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പും പിന്നെ ഇത് 3 പേരുണ്ട്. അപ്പോൾ 3 + 1 4 പീപ്പിൾ എന്നുള്ള രീതിയിൽ ആവും ക്വസ്റ്റ്യൻ മാറും. അപ്പോൾ ഈ 4 പേരെ നമുക്ക് 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു റോയിൽ ഈ 4 പേരെ 4 ഫാക്ടോറിയൽ വേസിൽ, 4 എന്ന് ഉദ്ദേശിക്കണേ ഈ എ ബിയെ ഒറ്റ ഗ്രൂപ്പായിട്ടെടുത്തു, ഒറ്റ ബ്ലോക്കായിട്ടെടുത്തു, അങ്ങനെയാണ് 4 എന്ന് പറയുന്നത്. ബാക്കിയുള്ള 3 പേരും ഈ ഒരു ബ്ലോക്കും കൂടെ ചേരുമ്പോൾ 4 പേരായല്ലോ മൊത്തം. അപ്പോൾ 4 ഫാക്ടോറിയൽ വേസിൽ അതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ ഇവരെ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തതിൽ ഇവർക്ക് തമ്മിലും അറേഞ്ച്മെൻറ്റ് നടത്താമല്ലോ. ഫസ്റ്റ് പൊസിഷനിൽ ബി എ ഇരുത്താം, സെക്കൻഡ് പൊസിഷനിൽ എ ഇരുത്താം, പിന്നെ ഫസ്റ്റ് പൊസിഷനിൽ എ ഇരുത്തി ദെൻ സെക്കൻഡ് പൊസിഷനിൽ ബി ഇരുത്താം. ഇങ്ങനെ 2 അറേഞ്ച്മെൻറ്റും വരും. എ ബിയും വരും, ബി എ വരും. ഈ 2 അറേഞ്ച്മെൻറ്റും വരും. അതായത് 2 ഫാക്ടോറിയൽ വേസിൽ ഈ ബ്ലോക്കിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്, ആദ്യം ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തു, ബാക്കി 3 പേര്. അപ്പം മൊത്തം 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 4 ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ ഇവരെ തന്നെ അറേഞ്ച് ചെയ്യുന്നത് 2 ഫാക്ടോറിയൽ വേസ്. അപ്പോൾ 4 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 × 2 × 3 × 4, then 2 factorial is 2. So value will be 3 2s are 6, 24, 48. 48 വേസിലായിരിക്കും ഇത് പറ്റും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 specific people must not sit together എന്നാണ്. ഇത് അവരുടെ പോസിബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മസ്റ്റ് നോട്ട് സിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വേണം?
ടോട്ടൽ പോസിബിലിറ്റി ആയ 120 വേസിൽ നിന്നും ഈ 48 വേസ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് റിക്വയർഡ് അറേഞ്ച്മെൻറ്റ് ഈക്വൽ ടു ടോട്ടൽ പോസിബിലിറ്റി 120 ആണ്. 120 മൈനസ് ഈ 48 സബ്ട്രാക്ട് ചെയ്യുക. അവരെ ഇരുത്താൻ പറ്റുന്ന വേസ് 48 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇരിക്കാൻ പറ്റാത്ത രീതികളാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 120 മൈനസ് 48 ദറ്റ് ഈസ് 72 വേസ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.